കേരളത്തിലെ കൂദാശ മാഫിയകളെ വെല്ലുവിളിച്ച് RSS. കേരളത്തിലെ കൂദാശ മാഫിയകളെ നേരിട്ട് വെല്ലുവിളിച്ചിരിക്കുകയാണ് RSS. ഒരുപക്ഷെ കേരളത്തിൻ്റെ ചരിത്രത്തിൽ, സഭാ ചരിത്രത്തിൽ ആദ്യമായിട്ടായിരിക്കും, RSSന്റെ പ്രവർത്തന മണ്ഡലത്തിൽ ആദ്യമായിട്ടായിരിക്കും ഇങ്ങനെ നേരിട്ടുള്ള ഒരു വെല്ലുവിളി. സഭകൾ വിരട്ടുന്നത് ആരെ എന്ന തലക്കെട്ടിലാണ് RSSന്റെ മുഖപത്രമായ കേസരിയിൽ പ്രത്യക്ഷപ്പെട്ട ലേഖനം. ആ ലേഖനത്തിൽ ഇവിടുത്തെ കൂദാശ മാഫിയകളെ എണ്ണി ജനങ്ങളുടെ മുന്നിൽ ഇങ്ങനെ നിർത്തിയിരിക്കുകയാണ്. എന്തെല്ലാം ആരോപണങ്ങളാണ് ഉന്നയിച്ചിരിക്കുന്നത്. ഇവിടെ കുറെ പേർ ക്രിസംഖികൾ എന്ന പേരിൽ RSSന്റെ പിന്നാലെ നടക്കുന്നുണ്ടല്ലോ. അവർക്ക് എന്തു മറുപടിയാണ് ഈ ലേഖനത്തിന് നൽകാനുള്ളത്? RSSന്റെ ആരോപണങ്ങൾ ഇതാ കേട്ടോളൂ. FCRA ഭേദഗതിയുടെ പേരിൽ നിങ്ങൾ ആരെയാണ് വിരട്ടുന്നത്? ഇവിടുത്തെ കൂദാശ മാഫിയകളെ, ഇവിടുത്തെ മെത്രാന്മാരെ നിങ്ങളോടാണ് RSSകാർ ചോദിക്കുക, നിങ്ങൾ ആരെയാണ് ഇവിടെ വിരട്ടുന്നത് എന്നാണ് RSS ചോദിക്കുക. കുറേ നാളായി നിങ്ങൾ ഇങ്ങനെ വിരട്ട് തുടങ്ങിയിട്ട്. അങ്ങനെ വിരട്ടൽ RSSനോടും സംഘപരിവാറിനോടും വേണ്ട എന്ന് നെഞ്ചു നിവർത്തി പറയുകയാണ് RSSന്റെ ഈ മുഖപത്രത്തിലെ ലേഖനം. മറ്റൊന്ന്, നിങ്ങൾ ഏത് കാലത്താണ് BJPക്ക് വോട്ട് ചെയ്തു തുടങ്ങിയത്? ഇപ്പോൾ കുറച്ചു പേർ BJPക്ക് വോട്ട് ചെയ്ത് ഞങ്ങൾ BJPയെ കേരളത്തിൽ സഹായിക്കുന്നു, ഞങ്ങളില്ലെങ്കിൽ BJPയുടെ വോട്ട് ശതമാനം കുറയും എന്നൊക്കെ പറഞ്ഞുള്ള കണക്കുകളുണ്ടല്ലോ. അതൊന്നും ഞങ്ങൾക്ക് കേൾക്കണ്ട എന്ന് തന്നെയാണ് ഈ ലേഖനത്തിൽ കൃത്യമായി RSS പറയുന്നത്. വിരട്ടൽ വേണ്ട എന്ന് വീണ്ടും ആവർത്തിക്കുന്നു. എക്കാലത്തും സഭകൾ ചെയ്തിട്ടുള്ളത്, ഇവിടുത്തെ ക്രൈസ്തവ സഭകൾ ചെയ്തിട്ടുണ്ട്, അല്ലെങ്കിൽ ഇവിടുത്തെ കേരളത്തിലെ കൂദാശ മാഫിയകൾ ചെയ്തിട്ടുള്ളത്, BJPക്ക് അധികാരം കിട്ടുമ്പോൾ ഒട്ടിനിന്നതിന് ശേഷം രഹസ്യമായി അജണ്ടകൾ നടപ്പിലാക്കിയെടുക്കാൻ ശ്രമിക്കും. എന്നിട്ട് പരസ്യമായി നന്ദികേട് കാട്ടും. ഇപ്പോൾ വലിയ രക്തസാക്ഷി പരിവേഷവുമായി വന്നിരിക്കുകയാണ്. അതൊന്നും ഇവിടെ ഞങ്ങളോട് ചിലവാകില്ല, നിങ്ങളുടെ രക്തസാക്ഷി പരിവേഷം നടക്കില്ല. അത്തരത്തിൽ നിങ്ങൾ എന്തെല്ലാം രക്തസാക്ഷി വേഷം കിട്ടിയാലും അത് ഇവിടുത്തെ RSSും ഹൈന്ദവ സംഘടനകളും അല്ലെങ്കിൽ ഇവിടുത്തെ ഹിന്ദു വിശ്വാസികളും അംഗീകരിക്കില്ല എന്ന് കൃത്യമായി ഈ ലേഖനത്തിൽ പറയുന്നു. മതപരിവർത്തന മാഫിയ, ഇന്ത്യയിലെ മതപരിവർത്തന മാഫിയ കേരളം കേന്ദ്രീകരിച്ചുകൊണ്ടാണ് പ്രവർത്തിക്കുന്നത്. 12,000 പേരാണ് ഇത്തരത്തിൽ ഇന്ത്യയിലാകെ കേരളത്തിൽ നിന്നും മതപരിവർത്തനത്തിനായി റിക്രൂട്ട് ചെയ്ത് ഇന്ത്യയുടെ നാനാഭാഗത്തു നിന്നും ഹിന്ദുക്കളെ ക്രൈസ്തവ മതത്തിലേക്ക് മതം മാറ്റാൻ ഇറങ്ങിയിരിക്കുന്നത്. അതായത് ഇന്ത്യയിൽ പ്രവർത്തിക്കുന്ന മതമാറ്റ മാഫിയകളുടെ കേന്ദ്രം, തലസ്ഥാനമാണ് കേരളം. അത്തരത്തിൽ ഇവിടുത്തെ ഈ ക്രൈസ്തവ കൂദാശ മാഫിയകളെ തകർത്തെറിയുകയാണ്. അവരുടെ ഓരോ ചോദ്യങ്ങളെയും RSS നെഞ്ചുവിരിച്ച് നേരിടുകയാണ്. വിദേശ പണം നിങ്ങൾ പറ്റുന്നുണ്ട്, RSS പറയുന്നു. ഇവിടുത്തെ കൂദാശ മാഫിയകൾ, ഇവിടുത്തെ മെത്രാന്മാർ, ഇവരൊക്കെ വിദേശ പണം കൈ നീട്ടി വാങ്ങുന്നു. ആ വാങ്ങുന്നതിൻ്റെ കണക്ക് മാത്രമാണ് FCRA ഭേദഗതിയിലൂടെ ഞങ്ങൾ ചോദിക്കുന്നത്. എന്തിനാണ് നിങ്ങൾ പേടിക്കുന്നത്? ആരെയാണ് നിങ്ങൾ പേടിക്കുന്നത്? ആ ഫണ്ട് കൃത്യമായി വിനിയോഗിക്കുന്നുവെങ്കിൽ നിങ്ങൾ എന്തിനാണ് ഈ അരക്ഷിതാവസ്ഥ സൃഷ്ടിക്കുന്നത് എന്നാണ് RSS ചോദിക്കുന്നത്. അത്തരത്തിൽ ഈ സമൂഹത്തിലിറങ്ങി ഈ കൂദാശ മാഫിയകൾ FCRA ഭേദഗതി നിയമത്തിൻ്റെ പേരിൽ അവരുടെ വിശ്വാസികളെ അരക്ഷിതാവസ്ഥയിൽ നിർത്തുന്നു, സമൂഹത്തിലാകെ ആ അരക്ഷിതാവസ്ഥ പടർത്തുന്നു. അതുകൊണ്ട് ഈ പരിപാടി, ഈ വിരട്ടൽ ഈ കേരളത്തിൽ വേണ്ട. നിങ്ങൾ മതപരിവർത്തന മാഫിയകളാണ്. നിങ്ങളെ ഞങ്ങൾക്ക് നേരത്തെ തന്നെ അറിയാം. അതുകൊണ്ട് വിരട്ടലൊന്നും ഇങ്ങോട്ട് വേണ്ട. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം പറയുന്നത്, മദർ തെരേസ മുതൽ ദയാഭായ് വരെയുള്ളവർ മതം മാറ്റ മാഫിയയുടെ പ്രതിനിധികൾ മാത്രമാണ്. അവർ കോടിക്കണക്കിന് രൂപ വിദേശത്ത് നിന്ന് കൊണ്ടുവന്ന് ഡാൽഡയും ഗോതമ്പ് പൊടിയുമായി വന്ന് ഈ പാവപ്പെട്ട ഹിന്ദുക്കളെ മതം മാറ്റാൻ ബോധപൂർവം കൃത്യമായി അജണ്ട സെറ്റ് ചെയ്ത് പ്രവർത്തിച്ചവരാണ് മദർ തെരേസയും ദയാഭായിയും അടക്കമുള്ളവർ. അവരോടാണ് RSS ഇത്തരത്തിൽ ചോദിക്കുന്നത്. നിങ്ങൾക്ക് എന്തുകൊണ്ട് ഈ കണക്കുകളെ പേടിക്കുന്നു? എന്തുകൊണ്ട് നിങ്ങൾ സത്യസന്ധമായി പ്രവർത്തിക്കുന്നുവെങ്കിൽ എന്തിനാണ് പേടിക്കുന്നത്? ഈ FCRA നിയമ ഭേദഗതിയെ നിങ്ങൾ കൃത്യമായാണ് ഫണ്ട് വിനിയോഗിക്കുന്നതെങ്കിൽ എന്തിനാണ് നിങ്ങൾ ഭയക്കുന്നത്? ആരെയാണ് ഭയക്കുന്നത്? എന്തിനാണ് ഇത്തരത്തിൽ അരക്ഷിതാവസ്ഥ അഴിച്ചുവിടുന്നത്? ഇത്തരത്തിലുള്ള ആക്രമണം തുടങ്ങിയതിന് ശേഷം പിന്നീട് RSS പതിയെ ഗതി മാറ്റുന്നുണ്ട്. ഈ ലേഖനത്തിൽ
ജഗതി ശ്രീകുമാറിൻ്റെ ഒരു കഥാപാത്രത്തെ മുൻനിർത്തിക്കൊണ്ട് ഇവിടുത്തെ ഈ കൂദാശ മാഫികളെ ആ ലേഖനത്തിൽ പരിഹസിക്കുന്നു. ഇത് ഞങ്ങളെ ഉദ്ദേശിച്ചാണ്, അതായത് FCRA നിയമ ഭേദഗതി എന്ന് പറയുന്നത് ഞങ്ങളെ ഉദ്ദേശിച്ചാണ്, ഞങ്ങളെ മാത്രം ഉദ്ദേശിച്ചാണ് എന്നാണ് ഈ കൂദാശ മാഫിയകൾ പറയുന്നതെന്ന് ജഗതി ശ്രീകുമാറിൻ്റെ ഒരു ഡയലോഗ് കടമെടുത്തുകൊണ്ട് RSS പറയുന്നു. വെറും 2% വോട്ട് ബാങ്കേ ഉള്ളൂ നിങ്ങൾ എന്നാണ് RSS നിങ്ങളെ ഓർമ്മപ്പെടുത്തുന്നത്. നിങ്ങൾ വെറും ഭാരതത്തിൽ നിങ്ങൾ 2% മാത്രം വോട്ട് ബാങ്ക് ഉള്ളവരാണ് നിങ്ങൾ. അത് നിങ്ങൾ മറന്നു പോകരുത്. ആ 2% വെച്ചുകൊണ്ട്, ആ 2%ത്തിൻ്റെ കണക്ക് പറഞ്ഞുകൊണ്ട് നിങ്ങൾ ഞങ്ങളെ വിരട്ടാൻ വരരുത്. അങ്ങനെ വിരട്ടൽ ഞങ്ങളുടെ അടുക്കൽ ചിലവാകില്ല. ഈ 2% എന്ന് പറയുന്ന ഈ വോട്ട് ബാങ്ക് വെച്ച് നിങ്ങൾ പേടിപ്പിക്കാൻ നോക്കരുത്. അത്തരത്തിൽ പേടിച്ചു പോകുന്നവരല്ല ഞങ്ങളെന്ന് RSS അടിവരിട്ട് പറയുന്നു. ഒപ്പം തന്നെ ഈ ലേഖനം നമ്മൾ വായിച്ചാൽ വ്യംഗ്യമായി ഒരു അർത്ഥം കൂടി നമുക്ക് കണ്ടെടുക്കാൻ കഴിയും. അതായത് ഇവിടുത്തെ നല്ല ഒരു വിഭാഗം BJPയുടെ ആദർശത്തിനും അവരുടെ നിഷ്കാമ കർമ്മം എന്ന് വേണമെങ്കിൽ പറയാം, അത്തരത്തിലുള്ള രാഷ്ട്രീയം കൈകാര്യം ചെയ്യുന്ന ഒരു വിഭാഗം നേതാക്കന്മാരും അണികളും BJPയിലുണ്ട്. എന്നാൽ മറ്റൊരു വിഭാഗമാകട്ടെ ഇത്തരത്തിൽ വരുന്ന ഫണ്ട് കൈപ്പറ്റാൻ കൂട്ടുനിൽക്കുന്നവരാണ്, ചതിയന്മാരാണ്. അത്തരത്തിലുള്ള ഒരു മുന്നറിയിപ്പ് കൂടി, അല്ലെങ്കിൽ അത്ര വ്യംഗ്യമായ ഒരു താക്കീത് കൂടി BJPക്ക് നൽകുന്നു, ഒരു തോണ്ടൽ കൂടി BJPക്ക് നൽകുന്നു. ഒരു ഉദാഹരണം പറഞ്ഞാൽ, അന്തരിച്ച KP യോഹന്നാന്റെ FCR അക്കൗണ്ട്, ബാങ്ക് അക്കൗണ്ട് മരവിപ്പിച്ചപ്പോൾ അത് ആക്റ്റീവാക്കി തരാമെന്ന് പറഞ്ഞുകൊണ്ട് എത്ര BJPക്കാരാണ് KP യോഹന്നാന്റെ കയ്യിൽ നിന്ന് പണം മേടിച്ചതെന്ന് നിങ്ങൾ നെഞ്ചത്ത് കൈവച്ച് ചോദിക്കൂ. അങ്ങനെ ചോദിക്കാനാണ് ഈ ലേഖനം പ്രേരിപ്പിക്കുന്നത്. അത് ഇവിടുത്തെ സത്യസന്ധമായി ആദർശപരമായി നിലനിൽക്കുന്ന നേതാക്കന്മാരോടല്ല ആ ചോദ്യം. കളങ്കിതരായിട്ടുള്ള BJP നേതാക്കളോടും കളങ്കിതരായിട്ടുള്ള അവരുടെ പെട്ടിയെടുപ്പുകാരോടുമാണ് ഈ ചോദ്യം വ്യംഗ്യമായി ഈ ലേഖനം ചോദിക്കുന്നത്. അതുകൊണ്ട് ഒരേപോലെ തന്നെ ഈ കൂദാശ തൊഴിലാളികളും അതേപോലെ തന്നെ BJPയിലെ ഈ കളങ്കിത നേതൃത്വവും ഈ ലേഖനത്തിൻ്റെ മറുപടി പറഞ്ഞേ പറ്റുകയുള്ളൂ. അണികളോട് നിങ്ങൾ പറയണം, ഞങ്ങൾ ഇത്തരത്തിൽ ആരുടെയും പങ്ക് പറ്റിയിട്ടില്ല എന്ന് എത്ര BJPക്കാർക്ക് നെഞ്ചിൽ കൈവച്ച് പറയാനാകും, ആത്മാർത്ഥതയോടെ പറയാനാകും. അത്തരക്കാരെ ലക്ഷ്യമിട്ട് കൂടിക്കൊണ്ടാണ് ഈ ലേഖനം എഴുതിയിരിക്കുന്നത്. ഇതിന് 2 പേർ, കൂദാശ തൊഴിലാളികളും മറുപടി പറയണം, അതേപോലെ ക്രിസംഖികളും മറുപടി പറയണം. അതേപോലെ തന്നെ BJPയിലെ കളങ്കിതരായ ഒരു വിഭാഗം നേതാക്കളുണ്ട്, അവരും മറുപടി പറയണം. ഇനി എന്ത് മറുപടിയാണ് ഈ മുസ്ലിം ഭീതി വിതച്ചുകൊണ്ട് ക്രിസംഖികൾ എന്ന് പറഞ്ഞുകൊണ്ട് ഈ BJPക്കാരൻ്റെ പിന്നാലെ നടക്കുന്ന? നാണമില്ലേ നിങ്ങൾക്ക്? നിങ്ങൾ ഈ ലേഖനം എടുത്ത് വായിക്കൂ, നാണമില്ലേ? പോയി തൂങ്ങിച്ചാവൂ. i2i ന്യൂസ് സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെൽ ബട്ടണും അമർത്തുക. i2i ന്യൂസ്, an eye for truth.